കോഴിക്കോട് ഗോവിന്ദപുരത്ത് ബസ് യാത്രയ്ക്കിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി മരിച്ച ദീപകിന്റെ രക്ഷിതാക്കൾ രംഗത്ത് വന്നു. വീഡിയോ പ്രചരിപ്പിച്ച യുവതി ശിക്ഷിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്നും ദീപകിന്റെ പിതാവ് ഉള്ളാട്ടുതൊടി 24-നോട് പറഞ്ഞു. ഉള്ളാട്ടുതൊടി ജോയിയാണ് 24-നോട് പറഞ്ഞത്. ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടമായതെന്ന് ഈ ദീപകിൻ്റെ അമ്മ കനികയും പറഞ്ഞു. രാവിലെ വക്കീലത്ത് പോയിട്ട് അത് വേണ്ട മാതിരി ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒന്നുമില്ലാത്തൊരു ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് മോനാണെങ്കിൽ ഒരു ഇതിലേക്കും പോകാത്ത വ്യക്തിയാണ്. അപ്പോൾ ആ ഇതിനെ ഇങ്ങനെ പറയുമ്പോൾ മോനൊരു അമ്മാനെ ഉണ്ട് ആളുടെയിലും ഈ ഇതൊക്കെ ഈ പബ്ലിസിറ്റി ആക്കിക്കൊണ്ട് ഭയങ്കര വിഷമമുണ്ടാണ് ഈ ഇത് വരാൻ സംഗതി. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ആളാണ്. പാവാണ് എൻ്റെ മോൻ. ഒന്നിലേക്കും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ വിട്ടാൽ പിന്നെ അത് തലമുറ മറ്റുള്ള കുട്ടികൾക്കും ബാധിക്കുക. പിന്നെ ഈ നാട്ടുകാർ മുഴുവൻ എൻ്റെ ബോക്സ് നടത്തി എല്ലാവരും ഇത് അറിഞ്ഞനുസരിച്ച് പിന്നെ ഭയങ്കര ഇതായി. ഇങ്ങനെ നടന്നൊരു കുട്ടിയല്ല അത്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ ഒരു കുറച്ചിലല്ല, ആർക്കായാലും നോക്കായാലും ഒരു കുറച്ചിലാണല്ലോ. അത് ഇപ്പോൾ കണ്ട പോലെ സഹിക്കാൻ വയ്യാതെ. അതൊരു ചീത്ത സ്വഭാവ കുട്ടിയാണ് എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെ ഒന്നും എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അതാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതുണ്ടായിക്കോട്ടെ. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദനിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. എനിക്ക് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ അമ്മയുടെ കണ്ണീരൊപ്പാൻ ആർക്ക് കഴിയും? അവർക്ക് മാതാപിതാക്കൾക്ക് ഒരാളെ നഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീപകൻ്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാകുന്നു. ഒരു ആരോപണം കൊണ്ട് മാനക്കേടുണ്ടായി എന്ന് തോന്നിയ നിമിഷത്തിലാണ് അയാൾ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾക്ക് ഫൈറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ആ ധൈര്യം അയാൾക്ക് കിട്ടിയില്ല. ഒരുപക്ഷെ താൻ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം നേരിടേണ്ടി വന്നു എന്ന സാഹചര്യമാണോ എന്നറിയില്ല. എന്തായാലും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. സമീറെ, ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ പരാതി കൊടുത്ത യുവതിയുടെ കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. രക്ഷിതാക്കൾക്ക് നഷ്ടമായത് അവരുടെ ഏക മകനെയാണ്. വലിയ നിരാശയിലാണ്, വലിയ സങ്കടത്തിലാണ് ഈ പ്രായമായ ഈ രണ്ട് രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ അവരിതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ സംഭവത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ച ശേഷം വലിയ അസ്വസ്ഥനായിരുന്നു ദീപക്. അതുപോലെ തന്നെ 2 ദിവസമായി ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ സംസാരത്തിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ തിരക്കിയെങ്കിലും പക്ഷേ കാര്യമായി പ്രതികരിക്കാനൊന്നും അവൻ ഉണ്ടാവുമായിരുന്നില്ല. പിന്നീടാണ് ഈ വിധത്തിൽ ഇന്നലെ പുലർച്ചെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്, അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. വളരെയേറെ സൗമ്യനായ ഇടപെടുന്ന, എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന, നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇക്കാലം അത്രയും ഒരു വിധത്തിലുമുള്ള ചീത്തപ്പേരും ദീപകിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏറെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. മാനസികമായി അതിനെ തരണം ചെയ്യാൻ ആ മോഹന് കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. പല ആളുകൾക്കും പല വിധത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. ചില ആളുകൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയും. പക്ഷേ സമൂഹം ഒരു കുറ്റവാളിയെ പോലെ നോക്കി തുടങ്ങിയാൽ അതിന് ആ വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ല. പല ആളുകൾക്കും അതിന് കഴിയില്ല. അത്തരം ഒരു സാഹചര്യമാണ് ദീപകിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇത്തരം സംഭവം ഇനി ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. തങ്ങളെപ്പോലെ അനാഥമാവുന്ന സാഹചര്യം ആർക്കും ഉണ്ടാകരുത്. പ്രായമായ 2 പേർ, അതുകൊണ്ട് തന്നെ അവർക്ക് അത് താങ്ങാവുന്നതിന് അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഉണ്ടായ ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.